നമസ്കാരം. സാധാരണ വാർത്തകളെ പോലെയല്ല, എല്ലാവരോടും ഒരു സൂചന നൽകുന്നതിന്, ഒരു ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വാർത്ത. ദയവായി ശ്രദ്ധിക്കുക. ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ വായിച്ചു വെറുതെ കളയുന്ന ഒരു വാർത്തയുണ്ട്. ഹണി ട്രാപ്പിൽപ്പെടുത്തി, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. മലയാളി ട്രാപ്പിൽപ്പെടാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. ഈ ഹണി ട്രാപ്പ് മുൻപേയുണ്ട്, പക്ഷേ നമ്മുടെ ശ്രദ്ധകളിൽ പലപ്പോഴും പെടാറില്ല. നമ്മൾ കേട്ടുപഴകിയ ഒരു വാക്കാണ് ഡിജിറ്റൽ അറസ്റ്റ്. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംഭവമേ ഇല്ല എന്ന് പോലീസ് പല ഭാഗത്തു നിന്നും പല പ്രാവശ്യവും വ്യക്തമാക്കിയതാണ് മലയാളിയോട്, രാജ്യത്തോട്. എന്നാലും ആ കെണിയിൽ ഒരുപാട് പേർ പെടുന്നതൊക്കെ സമൂഹത്തിലെ വലിയ നിലയിലുള്ളവരാണ്, ജഡ്ജിമാർ വരെ. എന്താണ് ഡിജിറ്റൽ അറസ്റ്റ്? നിങ്ങൾ അയച്ച ഒരു സാധനം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അമിത തുകയെക്കുറിച്ച് അന്വേഷണം വരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നിടത്തു നിന്ന് മാറാൻ പാടില്ല, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, നമ്മൾ ഇരുന്നു കൊടുക്കുകയാണ്, അവസാനം പറയുന്നു ഇത്ര രൂപ ഈ അക്കൗണ്ടിലോട്ട് മാറ്റുക, പരിശോധനയ്ക്ക് ശേഷം തിരിച്ചു തരും. നമ്മൾ അയച്ചു കൊടുക്കുന്നു, കാരണം നമ്മുടെ കയ്യിൽ കള്ളപ്പണമുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും അയച്ചു കൊടുക്കുന്നു, പല പ്രാവശ്യമാകുന്നു. തട്ടിപ്പ് മനസ്സിലാവുമ്പോൾ നിലവിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുന്നു. എന്ത് കാര്യം? പണം കിട്ടിയവൻ അതോടുകൂടി മുങ്ങുകയാണ്. ഇനി അഥവാ അറസ്റ്റ് ചെയ്താൽ 2-4 വർഷം ജയിലിൽ കിടന്ന് അവൻ പുറത്തിറങ്ങുന്നു. ഈ നഷ്ടപ്പെട്ട ആളിന് പണം തിരിച്ചു കിട്ടുന്നേയില്ല. മുമ്പ് മറ്റൊരു തരം പറ്റിപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ പേരിൽ 2 കോടി രൂപ ഇന്ന രാജ്യത്ത് നിന്ന് ഇതാ വരികയാണ്, കോൾ വരുന്നു, മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ നേരിട്ട് ആളുകളെത്തി ബോധ്യപ്പെടുത്തുന്നു. അതിന് ടാക്സായി ഇത്ര ശതമാനം നിങ്ങൾ അടയ്ക്കണം. ഒരു 2 കോടി രൂപ അല്ലെങ്കിൽ 10 കോടി രൂപ നമ്മുടെ പേരിൽ വരുന്നു എന്ന് വിശ്വസിക്കുന്ന പാവം മലയാളി 3-4 ലക്ഷം രൂപ ടാക്സിന് വേണ്ടി ആദ്യമേ കൊടുക്കാൻ തയ്യാറാകുന്നു. ആ കിട്ടിയ പൈസയും കൊണ്ട് തട്ടിപ്പുകാരൻ മുങ്ങുന്നു. എന്റെ അടുത്ത് പോലും വന്നിട്ടുണ്ട് ഇങ്ങനെ. വായിച്ചിറങ്ങിയതിൽ നിന്ന്, അല്ലെങ്കിൽ അന്ന് കേട്ടിറങ്ങിയതിൽ നിന്ന്, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞ അറിവ് വെച്ച് എന്റെ അടുത്ത് വന്നവരോട് ഞാൻ പറഞ്ഞ വാചകം ഇത് തന്നെയാണ്. മറ്റൊന്നുമല്ല, ആ തുക പോയിട്ട് ബാക്കി തന്നാൽ മതി, ടാക്സ് പോയിട്ടുള്ള ബാക്കി തുക തന്നാൽ മതി. വേണ്ടപ്പെട്ട ആളാണ് എത്തിയത്, അയാളെ പിന്നെ മുന്നിൽ കാണാനില്ലായിരുന്നു, മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ലായിരുന്നു. എനിക്കങ്ങനെ പറയാൻ കഴിഞ്ഞത് എന്റെ മിടുക്കുകൊണ്ടല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചിറങ്ങിയതിൽ നിന്നാണ്, പത്രങ്ങളിൽ വായിച്ചിറങ്ങിയതിൽ നിന്നാണ്, കേട്ടിറങ്ങിയതിൽ നിന്നാണ്. ഇന്നും ഇത്തരം തട്ടിപ്പിൽ വീഴുന്ന ആളുകളുണ്ട്. അടുത്ത തട്ടിപ്പാണ് കൂടുതൽ മാരകം, ഹണി ട്രാപ്പ്. ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും തുടങ്ങി ഏറ്റവും പുതിയ സാമൂഹ്യ മാധ്യമ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് ബന്ധം സ്ഥാപിക്കുന്നു. ബന്ധം സ്ഥാപിച്ച് നമ്മളിൽ നിന്ന് ചിത്രങ്ങൾ ശേഖരിക്കുന്നു. എന്നിട്ട് ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്തും അല്ലാതെയും തിരിച്ച് ഇരയാക്കപ്പെട്ട ആളിന് അയച്ചു കൊടുക്കുന്നു. ഈ ചിത്രങ്ങൾ, ഈ വീഡിയോകൾ പുറത്താകാതിരിക്കണമെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന തുക തരണം എന്ന് പറഞ്ഞുകൊണ്ട് അജ്ഞാതന്റെ ഫോൺ വിളി വരുന്നു. നമ്മൾ നാണക്കേട് കരുതി, ഈ ചിത്രം, ഈ വീഡിയോ പുറത്തായാൽ ഉണ്ടാകുന്ന നാണക്കേട് കരുതി പണം അയച്ചു കൊടുക്കുന്നു. അത് പല പ്രാവശ്യം ആവർത്തിക്കുന്നു. നിവർത്തികെട്ട്, ഗതികെട്ട് അവസാനം ഇര ആത്മഹത്യയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെ, മറ്റു സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട പുരുഷന്മാരെ അല്ലെങ്കിൽ സ്ത്രീകളെ രഹസ്യ സങ്കേതങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ പൂട്ടിയിടുന്നു. എന്നിട്ട് നഗ്ന വീഡിയോകൾ ചിത്രീകരിച്ച് അത് പുറത്താക്കും എന്ന് ഭയപ്പെടുത്തി പണം കൈപ്പറ്റുന്നു. ഇതുപോലുള്ള സങ്കേതങ്ങളിൽ അകപ്പെട്ടാൽ നമ്മുടെ ഫോൺ അവരുടെ കയ്യിലാകും. ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും നമ്മുടെ അക്കൗണ്ട് നമ്പറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ അവർ കൈയടക്കും. ആ പണം അവരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പിന്നെയും ഉണ്ട് രീതി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചാറ്റ് ചെയ്യുന്നു, ഒരു കാമുക പരിവേഷം അല്ലെങ്കിൽ കാമുകി പരിവേഷം ഉണ്ടാക്കുന്നു, പരസ്പരം വീഡിയോകൾ പങ്കുവയ്ക്കുന്നു. ഈ വീഡിയോകൾ ശേഖരിച്ചു വെച്ച് ദുരുപയോഗം ചെയ്യുന്നു. ഇനിയുമുണ്ട് കാര്യങ്ങൾ. വേണ്ടപ്പെട്ട ആളുകളെ, അടുത്ത ആളുകളെ ഫോണിൽ വിളിക്കുന്നു. ആ ഫോൺ ചാറ്റിംഗ്, ഫോൺ കാളുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു.
ആ റെക്കോർഡുകൾ പുറത്താക്കുന്നു, അല്ലെങ്കിൽ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു. നമ്മൾ അറിയണം, ഇന്ന് പുതുപുത്തൻ തലമുറ ഫോണുകളുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വീഡിയോഗ്രാഫർമാരാണ്. ഇന്നത്തെ ഫോണുകളിൽ നമ്മൾ കാൾ ചെയ്യുമ്പോൾ റെക്കോർഡ് ആകുന്നതിനുള്ള സംവിധാനമുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു വെച്ച് ദുരുപയോഗം ചെയ്യാം. നമ്മൾ നേരിട്ട് സുഹൃത്തിനോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രാപ്പിൽ പെടാവുന്നവരോട് സംസാരിക്കുന്നത് അവർ ഹിഡൻ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ വിശ്വാസ്യതയെ കെടുത്തും, സമൂഹത്തിലുള്ള നമ്മുടെ വിലയെ കെടുത്തും, നമ്മുടെ നിലയെ കെടുത്തും, നമ്മളെ സാമ്പത്തികമായി തകർക്കും, സാമൂഹികമായി അടിമത്തത്തിലാക്കും, അവസാനം ആത്മഹത്യയിലേക്ക് നയിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കുക. നമ്മൾ ഒരാളിനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക. നമ്മുടെ ചിത്രങ്ങൾ ഒരാളിനോട് അയച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. വീഡിയോ കാളുകളിൽ പൂർണ്ണമായി സൂക്ഷിക്കുക. ഇതേതിന്റെ പിന്നിലും ഒരു ചതിക്കുഴി ഉണ്ടാകാം. എല്ലാം ചതിക്കുഴിയാണ് എന്ന് പറയുകയല്ല, ചതിക്കുഴി ഉണ്ടാകാം. സൂക്ഷിച്ചാൽ അവരവർക്ക് നല്ലത്, നമുക്ക് നല്ലത്, നമ്മുടെ കുടുംബത്തിന് നല്ലത്. വാട്സാപ്പ് ചാറ്റിംഗ് പോലും അപകടമാകുന്ന കാലമാണ്. അവയും റെക്കോർഡാണ് എന്ന് ഓർമ്മിക്കുക. പലപ്പോഴും പോലീസിന് പ്രതികളെ പിടിക്കാൻ കഴിയാറില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി അഥവാ പെട്ടുപോയാൽ പലരും ചെയ്യുന്നത് പണം നൽകി നാണക്കേടിൽ നിന്ന് ഒഴിവാകുകയാണ്. അത് തന്നെയാണ് ഈ ചൂഷകരുടെ ഏറ്റവും വലിയ ആയുധവും, സമൂഹത്തിൽ നാണം കെടുത്തും എന്നുള്ള ഭീഷണി. നമ്മളാരും അതിൽ പെട്ടുപോകാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.